السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹീദ്ദീൻ മാല ക്ലാസ് തുടരുകയാണ്. 21ാമത്തെ വരിയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഖാഫ് മാല ഇന്നും ബഹർ മുഹീത്തിന്നും യജൂജ് നാട്ടിന്നും തലനെ താത്തിച്ചോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവറുകൾ, എൻ്റെ ഈ കാലിൻ്റെ താഴെയാണ് എല്ലാ ഔലിയാക്കന്മാരും എൻ്റെ ഈ കാലിൻ്റെ താഴെയാണ്, എൻ്റെ ഈ കാല് അവരുടെയൊക്കെ തോളിലാണ് എന്ന് തൊട്ട് മുമ്പെയുള്ള വരിയിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു സംസാരം ഷെയ്ഖ് അവറുകൾ നടത്തിയപ്പോൾ എവിടെ നിന്നെല്ലാം ഔലിയാക്കൾ അതിനെ ഏറ്റുപിടിച്ചു, അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ വരിയിലൂടെ പറയുന്നത്. നമ്മൾ അന്നത്തെ ആ വരിയിൽ നമ്മൾ ചർച്ച ചെയ്തു, അന്ന് ഒരുപാട് മലക്കുകളും അതുപോലെ ഭൂമിയിലുള്ള ഔലിയാക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായി എന്ന് നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഷെയ്ഖ് അവറുകളുടെ ബഗ്ദാദിൽ വെച്ചുള്ള ഈ പ്രഖ്യാപനം നേരിട്ട് കേൾക്കുകയും അവരെല്ലാം അതിന് തല താഴ്ത്തി കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ വരിയിലൂടെ പറയുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 3 സ്ഥലങ്ങൾ. ഒന്ന് കാഫ് മല എന്ന് പറഞ്ഞാൽ കാഫ് മല. 2 ബഹർ മുഹീത്ത് എന്ന് പറഞ്ഞാൽ മഹാസമുദ്രം. മറ്റൊന്ന് യജൂജ് ഭരിച്ചിരിക്കുന്ന നാട്, അതാണ് യജൂജ് നാട്ടിൽ നിന്ന് തലനെ താത്തിച്ചോവർ, അവിടെ നിന്നൊക്കെ തല താഴ്ത്തിയിട്ടുണ്ട്. ഷെയ്ഖ് അവറുകളുടെ ഈ പ്രഖ്യാപനത്തിന് ഈ 3 പ്രദേശങ്ങളിലുള്ള ഔലിയാക്കന്മാർ വരെ തല താഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ വരിയിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോ ഈ ഖാഫ് മല എന്നത് ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ സൂറത്തുൽ ഖാഫിൽ പറയുന്നത് കാണാം. ഖാഫ് എന്നത് ഇസ്മു ജബലിൻ മുഹീത്തും ബിൽ ആലം, ഈ ലോകം ഒട്ടാകെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പർവ്വത നിരക്കാണ് ഖാഫ് എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല തുഹ്ഫത്തുൽ മുഹ്താജിൽ സുബഹി നിസ്കാരത്തിന്റെ സമയം പറയുന്ന സ്ഥലത്ത് സുബഹി നിസ്കാരത്തിന്റെ സമയം ഫജ്റു സ്വാദിഖ് കൊണ്ട് പ്രവേശിക്കും എന്ന് പറഞ്ഞ് അതിന്റെ വിശദീകരണം പറയുന്നിടത്ത് എന്താണ് ഫജ്റുൽ കാദിബും ഫജ്റു സ്വാദിഖും തമ്മിലുള്ള വ്യത്യാസം എന്നിടത്ത് പല ചർച്ചകളും നടത്തുന്നുണ്ട്. ആ ചർച്ചക്കിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന ഒരു സംഭവം, അതായത് ഈ ഖാഫ് മല എന്ന് പറഞ്ഞാൽ, ഖാഫ് മലയെ സംബന്ധിച്ച് പല ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അന്ന വറാ അർളിന ബഹ്റൻ, നമ്മുടെ ഈ ഭൂമിക്ക് ചുറ്റും ബഹ്റൻ മുഹീത്തൻ, ഒരു ചുറ്റുമെന്തുണ്ട്, ഒരു മഹാസമുദ്രമുണ്ട്. സുമ്മ ജബലൻ, പിന്നെ ഒരു മലയുണ്ട്. ഈ ഭൂമിക്ക് ചുറ്റുമായി ഒരു സമുദ്രമുണ്ട്, ആ സമുദ്രത്തിന് ചുറ്റുമായി ഒരു മലയുണ്ട്. യുഖാലു ലഹു ഖാഫ്, അതിനിക്ക് ഖാഫ് എന്ന് പറയുന്നു. സുമ്മ അർളൻ, പിന്നെ വീണ്ടും ഭൂമിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് 7 തവണ പറഞ്ഞു. അതായത് 7 എണ്ണം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഭൂമിക്ക് ചുറ്റും ഒരു മഹാസമുദ്രം, ആ മഹാസമുദ്രത്തിന് ചുറ്റും ഒരു വലിയ പർവ്വതനിര, അത് വീണ്ടും തുടരുകയാണ്. പിന്നെ വീണ്ടും ഭൂമി, വീണ്ടും സമുദ്രം, വീണ്ടും മല, ഇങ്ങനെ 7 എണ്ണം ഉണ്ട് എന്നതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചു എന്ന് ഈ ഹദീസിൽ പറയുന്നത് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു ഹജർ തങ്ങൾ ഇതിന്റെ ബാക്കിയെന്നോണം പറയുന്നുണ്ട്. ഈ വിഷയപരമായി ഇത് ഇല്ല, ഇങ്ങനെ ഖാഫ് മല ഇല്ല എന്ന് നിഷേധിക്കാൻ ഇതിന് വകുപ്പില്ല. കാരണം ഉണ്ടാവാം എന്ന അനുമാനത്തിലേക്കാണ് ഈ ഹദീസ് നമ്മെ വിരൽ ചൂണ്ടുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഇജ്തിഹാദ് ചെയ്യാൻ വകുപ്പില്ലാത്ത ഒരു വിഷയം, അത്തരം ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ആരെങ്കിലും ഇങ്ങനെ പ്രതിപാദിക്കുമ്പോൾ അതൊക്കെ മർഫു ആയ ഹദീസിന്റെ ഹുക്മിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാവാം എന്നാണ്, അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കാണാം. അപ്പോൾ ഹദീസുകൾ ഇത് സംബന്ധിച്ച് ഒരുപാടുണ്ടെങ്കിലും ആ ഹദീസുകളൊക്കെ ദഈഫാണെങ്കിലും തെളിവിന് പറ്റുന്നതല്ലെങ്കിലും എല്ലാ ഹദീസുകളും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ശക്തി നൽകുന്നതായതുകൊണ്ട് തന്നെ, മറിച്ച് മാത്രമല്ല ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഖാഫ് മല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. അഥവാ ഈ ലോകം ഒട്ടാകെ ചുറ്റിക്കിടക്കുന്ന ഒരു വലിയ പർവ്വത നിരയാണ് ഖാഫ് മല. അപ്പൊ ആ പർവ്വതത്തിലുള്ള ഔലിയാക്കന്മാർ വരെ ബഗ്ദാദിൽ വെച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം കേൾക്കുകയും അവർ തല താഴ്ത്തി കൊടുക്കുകയും ചെയ്തു എന്നതാണ് ആദ്യ ഘട്ടത്തിന്റെ ആശയം.
ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, ഈ കാഫ് മല എന്നത് സംബന്ധിച്ച് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ നമ്മളെ ഈ മലയാള ഭാഷയിൽ മുഹിദ്ദീൻ മാലക്കി വ്യാഖ്യാനം എഴുതിയ മുസ്തഫൽ ഫൈസി അദ്ദേഹം ഈ കാഫ് മലയെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. കാഫ് മല എന്നുള്ളത് ഇങ്ങനെ ആവാം, അഥവാ കാക്കസ് സോവിയറ്റ് യൂണിയന്റെ യൂറോപ്യന്റെ ഭാഗത്തിന്റെ കിഴക്ക് പ്രദേശത്ത് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറോട്ട് കാസ്പിയൻ കടലിനും പടിഞ്ഞാറും കരിങ്കടലിന് കിഴക്കും സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പർവ്വത നിരയാണ് ഈ കാഫ് മല എന്ന് ഒരു അനുമാനം എന്നൊരു നിഗമനം അദ്ദേഹം ഇവിടെ ഇദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതിന് പിന്നെ വിജ്ഞാനകോശവും പല തെളിവുകളും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ആവാം എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും അതിരിക്കട്ടെ, നമ്മളുടെ വിഷയം എന്താണ്? ഈ മലയിൽ നിന്നുള്ള ആളുകൾ ഔലിയാക്കന്മാർ വരെ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾക്ക് തല താഴ്ത്തി കൊടുത്തു എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത് യഅ്ജൂജ് മഅ്ജൂജിന്റെ നാട്ടിൽ നിന്നും എന്നാണ് പറഞ്ഞത്. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാഫിസിന്റെ സന്താന പരമ്പരകൾക്കാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുക. അവർ വലിയ അക്രമകാരികളായ ആളുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഭയങ്കര പരാക്രമകാരികളായിരുന്നു. ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു, ലോകം അടക്കി ഭരിച്ച ഒരു രാജാവായിരുന്നു ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ചരിത്രം അൽ കഹ്ഫ് സൂറത്തിൽ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം. ആ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം നമുക്ക് കാണാൻ കഴിയും. അഥവാ ബഹുമാനപ്പെട്ടവര് ഈ നാട്ടിലേക്ക് ചെന്നപ്പോ യഅ്ജൂജ് മഅ്ജൂജിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് നൽകാം. നിങ്ങൾ ഈ യഅ്ജൂജ് മഅ്ജൂജ് രണ്ട് മലകൾക്കിടയിലൂടെയാണ് അവർ കടന്നു വരുന്നത്. ആ മല അടക്കാൻ വേണ്ടി, ആ രണ്ട് മലകൾക്കിടയിൽ ഒരു മതിൽ കെട്ടി അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് തരാം, നിങ്ങൾ അങ്ങനെ ഒരു മതിൽ കെട്ടണം എന്ന് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ നാട്ടുകാർ അപേക്ഷിക്കുന്നതും, അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ടാക്സ് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അവിടെ ഒരു മതിൽ കെട്ടാൻ വേണ്ടി സഹായം തേടുകയായിരുന്നു ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരുമ്പിന്റെ കട്ടകളെ കൊണ്ട്, വലിയ വലിയ ഇരുമ്പിന്റെ കട്ടകളെ കൊണ്ട് ഈ രണ്ട് മലകൾക്കിടയിൽ ഒരു മതിൽ സൃഷ്ടിച്ചു. ഈ യഅ്ജൂജ് മഅ്ജൂജ് വംശത്തിനിക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ, ഈ മലയിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന രൂപത്തിൽ, അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ ഒരു നല്ലൊരു മതില്, ഇരുമ്പിന്റെ കട്ടകളെ കൊണ്ട് മതിൽ സൃഷ്ടിച്ചു എന്നതാണ് ചരിത്രം. ഇത് അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ ചരിത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യഅ്ജൂജ് മഅ്ജൂജ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ ആ ഒരു തടസ്സം, അവർക്ക് ഒരു വൻ മതിൽ അവിടെ സൃഷ്ടിച്ചതോടുകൂടി ആ യഅ്ജൂജ് മഅ്ജൂജിന്റെ ശല്യം അവിടെ ഇല്ലാതെയായി. മാലയിൽ പറയുന്നത് എന്താണ്? യഅ്ജൂജ് മഅ്ജൂജ് ഭരിച്ചിരുന്ന അന്നത്തെ ആ രാജ്യത്തുള്ള ഔലിയാക്കന്മാർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾക്ക് തല താഴ്ത്തി കൊടുത്തിട്ടുണ്ട് എന്നതാണ് വരിയിലൂടെ പറയുന്നത്. ഈ യഅ്ജൂജ് മഅ്ജൂജിന്റെ ഈ ചരിത്രത്തിൽ പ്രതിപാദിച്ച ഈ മല ഇന്നും ഉണ്ട്. നമുക്കത് നെറ്റുകളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കാണാൻ കഴിയും. ഈ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇന്നത്തെ അർമീനിയ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ദാരിയാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ അവിടെ വലിയൊരു മലയും, ആ മല നമുക്ക് ഇന്നും പോയി നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഇന്ന് നമ്മൾ വീഡിയോയിലൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ മലയിൽ ഇരുമ്പിന്റെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ മല ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ചരിത്രം ഇന്നും പച്ചയായി നമുക്ക് ഈ അർമീനിയ എന്ന് പറയുന്ന പഴയ തുർക്കിയിൽ, ഇന്നത്തെ അർമീനിയയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അതിരിക്കട്ടെ. ഇനി അപ്പോ നമ്മുടെ മാലയിലേക്ക് വരാം. യഅ്ജൂജ് മഅ്ജൂജ് നാട്ടിലുള്ള ഔലിയാക്കന്മാർ വരെ ശൈഖ് അവറുകൾക്ക് തല താഴ്ത്തി കൊടുത്തു. മൂന്നാമതായി പറയുന്നത് ബഹർ മുഹീത്താണ്. ബഹർ മുഹീത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ഖാഫ് മലയെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ ബഹറുൻ മുഹീത്തുൻ, ഭൂമിയെ ചുറ്റിയിരിക്കുന്ന ഒരു മഹാസമുദ്രം, അതിൽ നിന്ന് അവിടെ എന്തുണ്ടാവാം, അവിടെയുള്ള ഔലിയാക്കന്മാരും ശൈഖ് അവറുകൾക്ക് തല താഴ്ത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ അനുമാനിക്കാം, അഥവാ ആ ബഹറു മുഹീത്ത് എന്ന് പറഞ്ഞ ആ ഹദീസിൽ പ്രതിപാദിച്ച ബഹറു മുഹീത്ത് ആവാം. എന്നാൽ ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസിയൊക്കെ പറയുന്നത് ബഹറുൽ മുഹീത്ത് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാവാൻ സാധ്യതയുണ്ട്. യഅ്ജൂജ് മഅ്ജൂജുമായി എന്താണ് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത് മൂന്നും പരസ്പര ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ നിലക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളുടെ മഹത്വമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അഥവാ യഅ്ജൂജ് മഅ്ജൂജ് ഭരിച്ചിരുന്ന നാട്ടിൽ നിന്നും, അതുപോലെ തന്നെ ഖാഫ് മലയിൽ നിന്നും, അതുപോലെ തന്നെ ബഹറു മുഹീത്തും നിന്നും, എല്ലായിടത്തു നിന്നുള്ള ഔലിയാക്കന്മാരെല്ലാം ശൈഖ് അവറുകൾക്ക് തല താഴ്ത്തി കൊടുത്തു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ഖാഫ് മല കണ്ട പൂങ്കാറ്റ് എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ട്.
യഥാർത്ഥത്തിൽ ആ കാഫുമല ഇന്ന് സൗദി അറേബ്യയിലുള്ള ഒരു കാഫുമലയാണ്. അങ്ങനെ കാഫുമലയുണ്ട്. പക്ഷെ ഇവിടെ പ്രതിപാദിക്കുന്ന കാഫുമല അതാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ചരിത്രകാരന്മാർ പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ മറ്റൊരു ഇതിന്റെ ഭാഗം എന്നുള്ളത് ഈ ലോകത്തിന്റെ ഇത്രയും അഷ്ടദിക്കുകളിലുള്ള മഹാന്മാരായ ഔലിയാക്കന്മാർ എങ്ങനെ ഇത് കേട്ടു എന്നുള്ളതാണ്. ഇത് സുന്നികളെ സംബന്ധിച്ചോളം നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്തുള്ള ബഹുമാനപ്പെട്ട സാരി റളിയല്ലാഹു അൻഹുവിനെ യാ സാരി അൽ ജബൽ എന്ന് പറഞ്ഞപ്പോൾ കേട്ടത് എങ്ങനെയാണ്? അത് കറാമത്ത് മുഖേന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ദൂരം ഒരു പ്രശ്നമല്ലാതെ അവർക്ക് കേൾക്കാനും കാണാനൊക്കെ കഴിയും. ആ ഒരു സംവിധാനത്തിലൂടെ ഇത് ശൈഖ് അവറുകളുടെ ബഗ്ദാദിലുള്ള പ്രഖ്യാപനം ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഔലിയാക്കന്മാർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്ന് നമുക്ക് ഇതിലൂടെ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈഖ് അവറുകളുടെ പൊരുത്തം കിട്ടി ഈമാനോടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി